എല്ലാവർക്കും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 7ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ യൂണിറ്റ് നേച്ചേഴ്സ് പ്ലന്റി എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിന്റെ പകുതി വരെ പഠിച്ച ആ പാഠം ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് അതിന് മുന്നേ നമ്മൾ ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് ഒരു കുട്ടിയുടെ അവന്റെ അടങ്ങാത്തൊരു ആഗ്രഹമായിരുന്നു ആ കുന്നിനപ്പുറമുള്ള നദി പോയി ഒന്ന് കാണുക. ആ നാട്ടിലുള്ള നാട്ടുകാർ അവിടുത്തെ വില്ലേജേഴ്സ് ഒക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ അവനുള്ളൂ ആ നദിയെ പറ്റി. അപ്പോൾ ആ നദിയുടെ അടുത്ത് പോയി അതിനെ അടുത്തറിയുക എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവൻ അതിനു വേണ്ടി അവൻ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു. അവൻ ആ നദിയുടെ അടുത്തേക്ക് യാത്ര തുടങ്ങി. അപ്പോൾ ഇതാണ്. അപ്പോൾ അവൻ പോകുന്ന വഴിക്ക് ആരെ കണ്ടു? ഒരു വുഡ്കട്ടറിനെ കണ്ടു. അപ്പോൾ വുഡ്കട്ടറിനോട് അവൻ അങ്ങോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ച് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ അവിടെ വരെയാണ് നമ്മുടെ പാഠത്തെ അവിടെ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ നമുക്ക് ബാക്കി പാഠം എടുത്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നോക്കി പോവുക. പുതിയ വേർഡ്സിന്റെ മീനിങ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളത് ടെക്സ്റ്റിൽ എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനോ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങാം. The path was steep and the boy had to run most of the time. ഇപ്പോഴെന്താണ് നമ്മൾ പറഞ്ഞു, ഇവനൊരു വുഡ്കട്ടറിനെ കണ്ടു. വുഡ്കട്ടർ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ നല്ല ദൂരമാണ്, അവിടുത്തെ വഴിയൊന്നും ശരിയല്ല, ഇനി ഒരുപാട് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കത് പ്രശ്നമല്ല, ഞാൻ ഒരു ഗുഡ് വാക്കറാണ് എന്ന് പറഞ്ഞു. അവിടെ വരെ നമ്മൾ പഠിച്ചു നിർത്തി. അപ്പോൾ അടുത്തതാണ് ദ പാത്ത് വാസ് സ്റ്റീപ്പ്. ആ വഴി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? സ്റ്റീപ്പ്, കുത്തനെയുള്ളതായിരുന്നു അല്ലെങ്കിൽ ചരിഞ്ഞതായിരുന്നു. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. ഒരു കൂടുതൽ നേരവും അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? ഓടേണ്ടി വന്നു. ഇറ്റ് വാസ് എ ഡിസി വിൻഡിങ് പാത്ത് ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്. ആ വഴി എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് എ ഡിസി എന്ന് പറഞ്ഞാൽ തലകറക്കം ഉണ്ടാക്കുന്ന, തല കറങ്ങുന്ന പോലൊരു വഴിയായിരുന്നു. അതിൻ്റെ വിൻഡിങ് പാത്ത് എങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ അതൊരു തലകറക്കം ഉണ്ടാക്കുന്ന ഒരു വഴിയായിരുന്നു. ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്. 1-2 തവണ അവൻ എന്ത് ചെയ്തു? സ്ലിപ്പ് ചെയ്യുകയും ചെയ്തു, തെന്നി വീഴാൻ പോയി കാണും. The hill was covered with lush green ferns. The trees were wound in creepers. The hill was covered with lush green ferns. ഈ കുന്നെന്ന് പറയുന്നത് എന്ത്? ലഷ് ഗ്രീൻ ഫേൺ. ഫേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രപ്പുല്ലില്ലേ, അതിനാണ് നമ്മൾ ഫേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കുന്ന് എന്ത്? ഫേണുകൾ കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു. The trees were wound in creepers. അവിടെയുള്ള വൃക്ഷങ്ങളിലൊക്കെ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികളൊക്കെ പടർന്ന് ചുറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെർട്ട് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. അപ്പോൾ കുറച്ച് പൊയിറ്റിക്കായിട്ട് പറഞ്ഞേക്കുന്ന ഒരു വരിയാണത്. എന്താന്ന് നോക്കാം. എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെർട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ അവിടെ കാട്ടിലുണ്ടാകുന്ന വൈൽഡ് ഡാലിയ എന്ത് ചെയ്തു? സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെർട്ട്. പെട്ടെന്ന് റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ്. റിയേർഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി, അതിന്റെ സ്വർണ്ണ നിറമുള്ള ഹെഡ്, തല ഉയർത്തി. ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ആ ഇലകൾക്കും ആ ഫേണിനും ഇടയിൽ നിന്ന് ഒരു വൈൽഡ് ഡാലിയ അതിന്റെ സ്വർണ്ണ നിറമുള്ള തല ഉയർത്തി. അതെന്താണ്? തല ഉയർത്തി ഇവനെ നോക്കി. അങ്ങനെയാണ് അത് മീൻ ചെയ്യുന്നത്. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ ദ ബോയ് വാസ് ഇൻ ദ വാലി. പെട്ടെന്ന് തന്നെ അവൻ എവിടെ എത്തി? ആ വാലിയിൽ, ആ താഴ്വരയിൽ എത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. ആ വഴി ഇങ്ങനെ അവന്റെ മുന്നിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആൻഡ് റോസ്, നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കയറ്റവുമുണ്ട്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അവൻ എന്ത് ചെയ്തു? അവന് പോകുന്ന വഴിക്ക് ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അവനൊരു പെൺകുട്ടിയെ കണ്ടു. അവൻ നടന്നു പോകുന്ന വഴിക്ക് അവനൊരു പെൺകുട്ടിയെ കണ്ടു. അവന്റെ ഓപ്പോസിറ്റ്, അവന്റെ എതിർ ദിശയിൽ വെച്ച് അവനൊരു പെൺകുട്ടിയെ കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. അപ്പോൾ അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എ ലോങ് കർവ്ഡ് നൈഫ്. ലോങ് കർവ്ഡ് നൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളഞ്ഞിരിക്കുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിൽ. വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. അവൾ അത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. പുല്ല് ചെത്താൻ വേണ്ടി അവൾ യൂസ് ചെയ്യുന്നൊരു നൈഫ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്.
and it was as though the hands spoke a language of their own. അപ്പോൾ എന്താണ്? The bangles she wore, അവളുടെ കയ്യിൽ അവൾ ധരിച്ചിരിക്കുന്ന വളകൾ, ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ വള, ബാംഗിൾസ് she wore made music when she moved her hands. അപ്പോൾ എന്താണ്? അവളുടെ കൈകളിട്ട് ചലിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ കൈകൾ മൂവ് ചെയ്തപ്പോൾ അവൾ കയ്യിൽ ധരിച്ചിരിക്കുന്ന വളകൾ എന്ത്? ഒരു മ്യൂസിക്, ഒരു സംഗീതം ഉണ്ടാക്കി. And it was as though the hands spoke a language of their own. അത് എങ്ങനെയായിരുന്നു? അവളുടെ കൈകൾ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ എന്തോ സംസാരിക്കുന്ന പോലെ ഒരു ലാംഗ്വേജ്, കൈയുടേതായ ഒരു ലാംഗ്വേജ് ഉള്ളത് പോലെ തോന്നി ആ ബാംഗിൾസിന്റെ അല്ലെങ്കിൽ ആ വളകളുടെ സൗണ്ട്, ആ മ്യൂസിക് കേട്ടപ്പോൾ. How far is to the river? asked the boy. ഇവൻ അവിടെ കണ്ട പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, How far is to the river? ആ നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. അപ്പോൾ എന്താണ്? The girl had obviously never been to the river. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഉറപ്പായിട്ടും ആ പെൺകുട്ടി ഇതുവരെ ആ നദിയുടെ അടിയിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് പോയിട്ടില്ല. Or she may have been thinking of another one, അല്ലെങ്കിൽ അവൾ മറ്റെന്തിനെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുകയാണ്. Because she said 20 miles without any hesitation. അവൾ ഒരു ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംശയം അല്ലെങ്കിൽ ഒരു മടി കൂടാതെ അവൾ പറഞ്ഞു 20 miles. ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോലും നോക്കാതെ ഇവൻ ചോദിച്ചു, ഇവിടുന്ന് നദി വരെ എത്ര ദൂരമുണ്ട്? ഇവിടെ പറഞ്ഞു 20 miles. ഒന്ന് ചിന്തിച്ചു പോലും നോക്കാതെ ആ പെൺകുട്ടി അപ്പോൾ തന്നെ അവന് ആൻസറും കൊടുത്തു. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green. ഇത് കേട്ട് എന്ത് ചെയ്തു? The boy laughed and ran down the path. ഇത് കേട്ട ആ കുട്ടിക്ക് സന്തോഷമായി. അവൻ ചിരിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ ഓടി. A parrot suddenly screeched. Flew low over his head. A flash of red and green. ഇപ്പൊ എന്താണ്? A parrot suddenly screeched. പെട്ടെന്ന് തന്നെ ഇവന്റെ അടുത്തുകൂടെ ഒരു പാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തത്ത. സ്ക്രീച്ച്ഡ് എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ട്, ഉറക്കെ ബഹളം വെച്ച്. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, അവന്റെ തലയ്ക്ക് മീതെ താഴ്ന്ന് പറന്നുപോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, പെട്ടെന്ന് അതിങ്ങനെ പാസ് ചെയ്തു പോയി. അപ്പൊ അവൻ എന്താ കണ്ടത്? ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, റെഡും ഗ്രീനും ചേർന്ന ഒരു ഫ്ലാഷ് പോലെ അല്ലെങ്കിൽ ഫ്ലാഷ് പോലെ അവന് തോന്നി. പെട്ടെന്ന് പാസ് ചെയ്തു പോയി. നമുക്കറിയാം ഒരു തത്തയുടെ ചുണ്ടിന്റെ നിറം റെഡും എന്റെ ബോഡിയുടെ കളർ എന്ന് പറയുന്നത് ഗ്രീനുമാണ്. അപ്പോൾ പെട്ടെന്ന് ആ രണ്ട് കളേഴ്സും ഇവന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെ അവന് തോന്നി. ഒരു ഫ്ലാഷ്, ഒരു പ്രകാശം പോലെ അല്ലെങ്കിൽ വെട്ടം പോകുന്ന പോലെ അവന് തോന്നി. The bird disappeared amongst the trees. ഈ കിളി എവിടെ അപ്രത്യക്ഷമായി? മരങ്ങൾക്ക് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കിടയിലേക്ക് പോയിരുന്നു അല്ലെങ്കിൽ പറന്നങ്ങ് മറഞ്ഞു. A trickle of water came from the hillside and the boy stopped to drink. അപ്പോൾ അവന്റെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പോകുന്ന വഴിക്ക് അവൻ എന്ത് കണ്ടു? A trickle of water came from the hillside. ആ കുന്നിൻ ചരിവിൽ നിന്നെന്ത് വെള്ളം വരുന്നത് ഇവൻ കണ്ടു. And the boy stopped to drink. അവൻ അവിടെ നിന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ അവിടെ നിന്നു. The water was cold and sharp but very refreshing. ആ വെള്ളം എന്ന് പറയുന്നത് നല്ലതുപോലെ തണുത്ത് അല്ലെങ്കിൽ വളരെ ഷാർപ്പായിരുന്നു, വളരെ തണുത്ത് കുറഞ്ഞ വെള്ളമായിരുന്നു അത്. ബട്ട് വെരി റിഫ്രഷിങ്, പക്ഷേ അത് എങ്ങനെയുള്ളതായിരുന്നു? നല്ല ഉന്മേഷം തരുന്നതായിരുന്നു അല്ലെങ്കിൽ നല്ല ഉണർവ് തരുന്നതായിരുന്നു ആ വെള്ളം. However, it seemed to have the effect of making him more thirsty. ഇപ്പൊ എന്താണ്? അവൻ പോകുന്ന വഴിക്ക് ആ കുന്നിൻ ചെരുവിൽ നിന്ന് വെള്ളം കണ്ടു, അവനെ വെള്ളം കുടിച്ചു. അത് വളരെ തണുപ്പുള്ളതായിരുന്നു, എന്നിരുന്നാലും അത് വളരെ റിഫ്രഷിങ് ആയിരുന്നു നാം പറഞ്ഞു. എന്നിട്ട് എന്താണ്? However, it seemed to have the effect of making him more thirsty. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് തോന്നി? അവന് വീണ്ടും ദാഹം ഉണ്ടാകുന്നത് പോലെ ഒരു ഫീൽ അവന് തോന്നി. The sun was striking his side of the hill and the dusty path became hotter. The sun was striking his side of the hill. ആ സൂര്യൻ എന്താണ്? The sun was striking his side of the hill and dusty path became hotter. അപ്പം പോകുന്ന ആ മൺപാത എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വളരെ ഹോട്ടായിരുന്നു. അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു? അവന്റെ നേർക്ക് ആ സൂര്യൻ നല്ലതുപോലെ കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. The stones scorching the boy's feet. അപ്പൊ നമ്മൾ പറഞ്ഞു ആ മൺപാത നല്ലതുപോലെ ചുട്ടു പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കല്ലുകളൊക്കെ ഇവന്റെ കാലിൽ എന്താണ്? The stones scorching the boy's feet.
ആ കല്ലുകളിലൊക്കെ ചവിട്ടുമ്പോൾ അവന് കാല് ചുട്ട് പഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ നല്ല ചൂടുള്ളത് പോലെ അവന് ഫീൽ ചെയ്തു. He was sure he had gone halfway. He walked for over an hour. അപ്പൊ എന്താണ്, അവൻ ഉറപ്പാണ്, അവൻ എന്താണ്, he was sure he had gone halfway. അവൻ പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞു എന്ന് അവൻ ഉറപ്പാണ്. He had walked for over an hour. അവൻ 1 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ഉറപ്പാണ്, അവൻ ആ റിവറിലേക്കുള്ള പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞു എന്ന് അവന് ഉറപ്പാണ്. Presently he saw another boy ahead of him driving a few goats down the path. അങ്ങനെ അവന്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യമേ അവൻ ഒരു ഉൾക്കട്ടനെ കണ്ടു, പിന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു. ഇപ്പോഴിതാ അവൻ ആരെ കണ്ടു? Presently he saw another boy ahead of him driving a few goats down the path. അപ്പോൾ പോകുന്ന വഴിക്ക് അവന്റെ മുന്നിലായി ahead of him driving a few goats down the path. അവന്റെ മുന്നിൽ കൂടി ഒരു പയ്യൻ കുറച്ച് ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്നത് അവൻ കണ്ടു. How far is the river? He asked. അവൻ ആ പയ്യനോട് ചോദിച്ചു, ഇവിടെ നിന്ന് ആ നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? The village boy smiled in a friendly way and said, oh, not far, just round the next hill and straight down. Village boy എന്താ പറഞ്ഞത്? The village boy smiled in a friendly way. നല്ല ഫ്രണ്ട്ലി വേ, നല്ല സന്തോഷത്തോടെ ആ ചെറുക്കൻ ചിരിച്ചിട്ട് എന്താ പറഞ്ഞത്? And said, oh, not far, just round the hill and straight down. ഒരുപാട് ദൂരമൊന്നുമില്ല, ആ കുന്നിനപ്പുറം പിന്നെ സ്ട്രെയിറ്റ് ഡൗൺ, നേരെ താഴേക്ക് പോകുമ്പോൾ എന്തായി? ആ നദിയായി എന്ന് ആ ചെറുക്കൻ പറഞ്ഞു. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. ഇപ്പൊ എന്താണ്? The boy feeling hungry. അവൻ 1 മണിക്കൂർ, നമ്മൾ പറഞ്ഞു 1 മണിക്കൂറായി അവൻ തുടർച്ചയായി അവൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് തോന്നി? The boy feeling hungry. അവന് വിശക്കാൻ തുടങ്ങി. Unwrapped his loaf of bread and broke it in halves. അപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ വീട്ടിൽ നിന്നും ബ്രെഡ് പൊതിഞ്ഞെടുത്തെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? Unwrapped his loaf of bread. ആ ബ്രെഡിന്റെ പൊതി അഴിച്ചു. അൺറാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതി അഴിച്ചു. And broke it in halves. ഇത് 2 കഷ്ണങ്ങളാക്കി. Offering one portion to the village boy, they sat on the hillside and ate in silence. അതിൽ ഒരു കഷ്ണം ആർക്ക് കൊടുത്തു? ആർക്ക് ഓഫർ ചെയ്തു? അവൻ ആ വഴിയിൽ വെച്ച് കണ്ട വില്ലേജ് ബോയ്ക്ക്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള പയ്യന് ഒരു കഷ്ണം അവൻ ഓഫർ ചെയ്തു. They sat on the hillside and ate in silence. ഇവരാ എന്ത് ചെയ്തു? Sat in the hillside, ആ കുന്നിൻ ചരിവിൽ അല്ലെങ്കിൽ കുന്നിൻ ചരിവിൽ ഇരുന്നിട്ട് and ate in silence, ആ നിശബ്ദതയിൽ ഇരുന്ന് അവരെന്ത് ചെയ്തു? ആ ബ്രെഡ് കഴിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ആ പയ്യൻ, അവൻ പരിചയപ്പെട്ട പയ്യൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു പയ്യനാണ്. ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ നിശബ്ദതയിൽ ഇരുന്ന് ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര ഇവിടെ വെച്ച് നിർത്താം. ബാക്കി ക്ലാസ് നമുക്ക് അടുത്തത് നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. അപ്പൊ ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഡിസി. ഡിസി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് തലകറക്കം. 2 എന്ന് പറയുന്നത് റിയഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ഉയർത്തുക. 3 എന്ന് പറയുന്നത് ഹെസിറ്റേഷൻ, അതിന്റെ മീനിങ് ആണ് സംശയം. അടുത്ത 4ാമത്തെ വേർഡ് എന്ന് പറയുന്നത് റിഫ്രഷ്, അതിന്റെ മീനിങ് ആണ് ഉന്മേഷം. അടുത്തെന്ന് പറയുന്നത് സ്ക്രോച്ചിങ്, അതിന്റെ മീനിങ് ആണ് പൊള്ളുന്ന. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ്. അപ്പോൾ ഇത്രയും വേർഡ്സ് അതിന്റെ മീനിങ്ങും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന വേർഡ്സിന്റെ കൂടെ എഴുതി വെക്കുക. അപ്പോൾ അതല്ലാതെ ഇന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പാഠത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോയ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോഴേ അവന്റെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ആ ബോയുടെ ഒരു ഫിസിക്കൊക്കെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ഇവിടം വരെ വായിക്കുക. ഇവിടം വരെ വായിച്ചാൽ തന്നെ അവനെ പറ്റി, പയ്യനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടും. അവന്റെ അടങ്ങാത്ത ആഗ്രഹം എന്തായിരുന്നു, അത് സാധിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു, പിന്നെ അവന്റെ ഒരു ഫിസിക് എന്തൊക്കെയാണ്, ഇതൊക്കെ അപ്പൊ നിങ്ങൾ എഴുതാണെന്ന് വെച്ചാൽ ഈ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവന്റെ ഫിസിക്, പിന്നെ അവന്റെ ആഗ്രഹം, അവൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ എഴുതി അങ്ങനെ അവന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.